എന്നെ കണ്ടിട്ടുള്ളവർ എത്ര പേരുണ്ട് ഇതിനകത്ത്? ബാക്കി ആരും കാണാതിരിക്കുകയാണ്. എല്ലാവരും കണ്ടു തുറന്നിരിക്കും കേട്ടോ. ഇപ്പൊ എല്ലാവരും നമ്മൾ തമ്മിൽ കാണുന്നുണ്ട്. ഞാൻ നിങ്ങളെ കാണുന്നത്, നിങ്ങൾ എന്നെ കാണുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞത് ശരിയാണ്. കുറെ പേര് എന്നെ നേരത്തെ കണ്ടിട്ടുണ്ട്, കുറച്ച് പേര് ഇപ്പോൾ മാത്രമേ കാണുന്നുള്ളൂ. എൻ്റെ പേര് സേവ്യർ, താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് ക്ലാസ് എടുക്കാനല്ല. ക്ലാസ് എടുക്കുന്നത് ഫ്രാൻസിസ് മൂത്തേടൻ സാറാണ്. അദ്ദേഹത്തെ പറ്റി ഞാനിപ്പോൾ കൃത്യമായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾ ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവും. ഇവിടെ ആരും, നിങ്ങൾ 18 വയസ്സ് കഴിഞ്ഞവർ എത്ര പേരുണ്ട്? 18 വയസ്സ് പൂർത്തിയാക്കിയ എത്ര പേര്? നമുക്ക് യോഗ്യ ഇനി കൈതായിട്ടോ 3 പേര്, 4 പേരുണ്ടോ? ഇനി കൈതായിട്ടില്ല. വണ്ടി ഓടിക്കാൻ അറിയാവുന്നവർ എത്ര പേരുണ്ട്? ഇത്രയും സൈക്കിളല്ല ഉദ്ദേശിച്ചത്, മോട്ടോർ സൈക്കിൾ, കാർ, ഇത്രയും പേർക്ക് അറിയാം. ഓ, എൻ്റെ 10-25 പേർക്ക് അറിയാം, പെൺകുട്ടികൾ ഉൾപ്പെടെ 7-8 പേര്. ഇനി ഒന്നുകൂടെ കൈതാഴട്ടെ. ഇപ്പൊ വണ്ടി ഓടിച്ച് സ്ഥിരം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എത്രയുണ്ട് റോഡിലൂടെ? ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കണേ? ഏതായാലും ഞാനൊരു കാര്യം ചെയ്തേക്കാം. ഇന്ന് തന്നെ ജോയിന്റ് RTOയെ, റോഡ് ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് ഒരു വിവരം കൊടുക്കുന്നുണ്ട്. രാജർഷി മെമ്മോറിയൽ സ്കൂളിന്റെ പരിസരത്തൊന്ന് വരണം, ഒരു ഇൻസ്പെക്ഷൻ നടത്തണം. ക്ലാസ് കൊടുക്കുന്നതിന് കുഴപ്പമുണ്ടോ? അപ്പൊ കരുതിയിരിക്കുക, ലൈസൻസ് ഇല്ലാത്തവർ വണ്ടി ഓടിക്കരുത്. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചാൽ, വണ്ടി അപകടത്തിൽപ്പെട്ടാൽ ഒത്തിരിയേറെ നൂലാമാലങ്ങളുണ്ട്. നിങ്ങൾക്കല്ല കൂടുതൽ പ്രശ്നം, അച്ഛനും അമ്മയ്ക്കും ആ വണ്ടിയുടെ ഉടമസ്ഥനുമാണ്. അപ്പൊ ആ കാര്യത്തിലേക്ക് കടക്കാനല്ല ഞാൻ പോകുന്നത്, വേറൊരു കാര്യത്തിലേക്കാണ്. ഇന്ന് ഏതാ തീയതി? ഏത് 12? 12/6, ജൂൺ 12. ജൂൺ 12 എന്താ പ്രത്യേകത? ഏതാ? ആരെങ്കിലും ഒരാളെങ്കിലും ഉറക്കെ പറഞ്ഞു, എല്ലാവരോടും പറയാം പ്ലീസ്. അറിയാവുന്നവർ കൈ കൊടുക്കുക. അറിയാവുന്ന, ഇന്ന് എന്ത് ദിനമാണ് എന്നറിയാവുന്നവർ കൈ കൊടുക്കുക. ഇങ്ങനെ വെറുതെ കലവില പറഞ്ഞിട്ട് കാര്യമില്ല. ആണെന്ന് പറഞ്ഞ പറയും എന്നൊക്കെ കൈ പൊക്കിയാണ് എനിക്ക്. നോട്ട്ബുക്ക് ബാക്കിൽ ഇരിക്കണതിനാണ് ഞാൻ. അപ്പോ ബാലവേല ഡേ, ബാലവേല നിരോധന നിയമമാണ്. വേൾഡ് ഡേ അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ. ജൂൺ 12 എന്ന് പറയുന്നത് ആഗോളതലത്തില് വേൾഡ് ഡേ അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ. ഇത് 70കളിൽ ആചരിക്കാൻ തുടങ്ങിയതാണ്. ആരാണത് ആചരിക്കണമെന്നറിയും? ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ആഹ്വാന പ്രകാരമാണ്. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? UNO എന്ന് കേട്ടിട്ടുണ്ടോ? യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ ഒരു ഓർഗനാണ് ഈ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനാണ് വേൾഡ് ഡേ അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ ആചരിക്കാനായിട്ട് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. മനസ്സിലായില്ലേ? ബിനു സാർ നിങ്ങളോട് ക്ലാസ്സിൽ വരുമ്പോൾ നോട്ട്ബുക്ക് വേണമെന്ന് നിർബന്ധിച്ചതിനാ? ഇമാതിരി കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളത് പകർത്തിയെടുക്കാൻ വേണ്ടിയാണ്. സാറിൻ്റെ ആ ദേഷ്യമൊക്കെ നിങ്ങളുള്ള സ്നേഹം കൊണ്ടാണ്. അതുകൊണ്ട് അപ്പോൾ ഇത് പകർത്തിയെടുക്കുക. ബാലവേല നിരോധന നിയമമാണ് ഇന്നത്തെ ചർച്ച ചെയ്യേണ്ട വിഷയം. നിങ്ങളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ്. ആണോ? ആണോ? അല്ല എന്ന് വിചാരിക്കുന്നവരൊന്ന് കൈവക്കി. ഭാഗ്യവാന്മാരല്ല എന്നും. അപ്പൊ എല്ലാവരും ഭാഗ്യവാന്മാരാണ്. എന്തുകൊണ്ടാണ് നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാന്ന് പറയുന്നത്? അതിനോട് സ്വാതന്ത്ര്യം. നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ ശരിയാണ്. അതായത് ലോകത്ത് ഇന്ന്
എല്ലാ കുട്ടികൾക്കും നിങ്ങളെപ്പോലെ ഇത്ര സുന്ദരന്മാരും സുന്ദരികളുമായിട്ട് മനോഹരമായ ഉടുപ്പുകളൊക്കെ ഇട്ട് ആവശ്യത്തിന് പുസ്തകങ്ങളും നല്ല നല്ല ആഹാരങ്ങളും ഒക്കെ കഴിച്ച് ഇത്ര മനോഹരമായിട്ട് പഠിച്ച് കൂട്ടുകാരോടൊത്ത് കളിച്ച് ഉല്ലസിച്ച് നടക്കാനുള്ള സ്വാതന്ത്ര്യവും സന്തോഷവും സാഹചര്യങ്ങളും ഒന്നുമില്ല. നിങ്ങൾക്ക് അതെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ്. ലോകത്ത് ഇന്നും 1.25 കോടി കുട്ടികൾ എന്ന് പറഞ്ഞാൽ ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ ഏത് വയസ്സ് വരെയുള്ളവരാണെന്നറിയോ? നിയമത്തിൽ 14 വയസ്സിൽ താഴെയുള്ളവരാണ് കുട്ടികൾ. 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കൊണ്ട് തൊഴിലെടുപ്പിക്കുന്നത് നിരോധിക്കുന്ന നിയമമാണ് ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട്. കേട്ടിട്ടുണ്ടോ? 1986 ഇന്ത്യയിലെ പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമമാണ് ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ. അത് ബ്രാക്കറ്റിലാണ്. ചൈൽഡ് ലേബർ ബ്രാക്കറ്റിൽ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് ACT. എയും സിയും ടിയും ക്യാപിറ്റലാണ്. ആക്ട് 1986. 1986 ഇന്ത്യ മഹാരാജ്യത്തും ഈ ചൈൽഡ് ലേബർ, അതായത് കുട്ടികളുടെ ബാലവേല നിരോധിച്ചുകൊണ്ടുള്ള നിയമം പാസ്സാക്കി. ഇതിന്റെ കാരണം ലോകത്തെമ്പാടും, പ്രത്യേകിച്ച് 3ാം ലോക രാജ്യങ്ങളിൽ കുട്ടികളെ ചൂഷണം ചെയ്യുക, കുട്ടികളെ കൊണ്ട് തൊഴിലെടുപ്പിക്കുക. കുട്ടികളെ കൊണ്ട് തൊഴിലെടുപ്പിച്ചാൽ എന്താ ഗുണം? പൈസ കൊടുക്കണ്ട. അതാണ് ഒന്നാമത് ഗുണം. അതുകൊണ്ടാണ് അവരെ ചൂഷണം ചെയ്യുന്നു എന്ന് പറയുന്നത്. കുട്ടികളെ കൊണ്ട് എന്തെല്ലാം തൊഴിൽ ചെയ്യിക്കാവോ, അത് എത്ര ദുരിതമായതുള്ളതായാലും എത്ര ബുദ്ധിമുട്ടുള്ളതായാലും കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിച്ചാൽ അവരുടെ അച്ഛനമ്മമാരെ അല്പം മദ്യപാന ശീലമുള്ളവരാണെങ്കിൽ ഒരല്പം കള്ളോ അല്ലെങ്കിൽ ഒരല്പം പൈസയോ ഒരു ബീഡിക്കുറ്റിയോ കൊടുത്തു കഴിഞ്ഞാൽ അവനത് വാങ്ങിക്കൊണ്ട് പോയിക്കോളും. അങ്ങനത്തെ ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. അങ്ങനെയാണ് കുട്ടികളെ കൊണ്ട് തൊഴിലെടുപ്പിക്കാൻ പാടില്ല എന്നും പിന്നീട് നമ്മുടെ ഭരണഘടനയിൽ തന്നെ മാറ്റങ്ങൾ വരുത്തി 2011 അത് മാറ്റിയത്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് വരുന്നതിന് മുമ്പ് ഭരണഘടനയിൽ ഒരു മാറ്റം വരുത്തി. ഭരണഘടനയുടെ 21ാം വകുപ്പ് എന്താ പറയുന്നറിയോ? 21A എന്നൊരു പുതിയ വകുപ്പ്, ഒരു അനുച്ഛേദം ചേർത്തിട്ട് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നുള്ളത് ഫണ്ടമെന്റൽ റൈറ്റ് ആക്കി മാറ്റി. അതായത് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ, സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം കമ്പൽസറി നിർബന്ധമായിട്ട് കൊടുക്കേണ്ടത് രാജ്യത്തിന്റെ കടമയാണെന്നുള്ള നിയമം പാസ്സാക്കി. അങ്ങനെ കുട്ടികളോടുള്ള കരുതലും സ്നേഹവും രാജ്യത്തും അന്താരാഷ്ട്ര രംഗത്തും വളരെയേറെ ഉയർന്നു. കുട്ടികളെ കൊണ്ട് ബാലവേല ചെയ്യിച്ച് ചൂഷണം ചെയ്ത് കാശുണ്ടാക്കുന്നവരെ പിടിക്കുക, അവർക്ക് വേണ്ട പണിഷ്മെന്റ് കൊടുക്കുക, മാത്രമല്ല അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് പഠിക്കാനും അവർക്ക് അന്തസ്സായിട്ട് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ഇതാണ് ഈ ബാലവേല നിരോധന നിയമത്തിന്റെ സന്ദേശം, ഈ ദിവസത്തിന്റെ സന്ദേശം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഈ ബാലവേല വളരെ കുറവാണ് അല്ലേ? കേരളത്തിലെ കുട്ടികൾ എങ്ങനെയായാലും പട്ടിണി കിടന്നാലും 5 വയസ്സാകുമ്പോഴേക്കും എങ്ങനെയെങ്കിലും ഗവൺമെന്റ് LP സ്കൂളിൽ കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങളുണ്ട്. വലിയ ഫീസ് കൊടുത്ത് പഠിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇന്ന് മറ്റ് സ്കൂളുകളിലൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കെന്നറിയാം, ജാർഖണ്ഡിൽ നിന്നും മറ്റ് ബീഹാറിൽ നിന്നുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ട്രെയിനിൽ തള്ളിക്കയറ്റി കൊണ്ടുവന്ന കുറെ കുട്ടികളെ പറ്റി നമ്മൾ കേട്ടില്ലേ? ആ സ്ഥലങ്ങളിലേക്ക് ഇവിടുത്തെ പത്രപ്രവർത്തകരൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അവരവിടെ കണ്ടത് കാഴ്ചകൾ എന്തൊക്കെയാണ്? എത്ര പരിതാപകരമായ അവസ്ഥയിൽ ജീവിക്കുന്ന കുട്ടികളാണ്. അവരും ഇന്ത്യയിലെ പൗരന്മാരായിട്ട് നിങ്ങളെ പോലെ ജനിച്ചവരാണ്. അവരെയൊക്കെ അവർക്ക് ജീവിക്കാനായിട്ട് സാഹചര്യമില്ലാതെ, അവർക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങളില്ലാതെ കഷ്ടപ്പാടും ദാരിദ്ര്യവും സഹിച്ചിട്ട് ആരോ എന്ന് പറഞ്ഞു ഇവരെ കൊണ്ടുപോയി പഠിപ്പിച്ച് നന്നാക്കാം എന്ന് പറഞ്ഞപ്പോൾ അവരുടെ മാതാപിതാക്കൾ കയറ്റിവിട്ടതാണ്. ഊരും പേരും ഭാഷയും അറിയാത്ത ഏതോ നാട്ടിലേക്ക് സ്വന്തം മക്കളെ പഠിക്കാനുള്ള ആ താല്പര്യത്തിന്റെ പേര് തങ്ങൾക്കോ നന്നാകാൻ സാധിച്ചില്ല, തങ്ങളുടെ കുട്ടികളെങ്കിലും നന്നാകട്ടെ എന്ന് കരുതി ഏതോ രാജ്യത്തേക്ക് ഏതോ നാട്ടിലേക്ക് ആരുടെ അടുത്തേക്കോ കയറ്റി വിടുന്ന മാതാപിതാക്കൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ്. നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണ്. ആ കുട്ടികളുടെ ദൈന്യത കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചില കുട്ടികൾ പറയും, എന്ത് ഭാഗ്യവാൻ, ഞാൻ 5 സിൽക്ക് വാങ്ങാനായിട്ട് പൈസ ചോദിച്ചിട്ട് അമ്മ തന്നില്ല. ഇല്ലേ? ഡെയിലി 5 സിൽക്ക് വാങ്ങാൻ കാശ് ചോദിച്ചിട്ട് അമ്മ തന്നില്ല. എന്തെന്ന് സിൽക്ക് എന്നറിയില്ലേ? ഡയറി മിൽക്ക്. ഇതൊക്കെയാണ് നമ്മുടെ കുട്ടികളുടെ ദിവസത്തിൽ 10 മണിക്കൂർ TV കാണാൻ അനുവദിച്ചില്ല. ഞാൻ അത് ചോദിച്ചിട്ട് തന്നില്ല, ഇത് ചോദിച്ചിട്ട് തന്നില്ല, ചോദിക്കുന്നത് എല്ലാം തരുന്നില്ല. എല്ലാം ചോദിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നതിന് മുമ്പേ തന്നെ
കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ പേരൻസിനോട് പറയാം ഞാൻ എൻ്റെ വഴിക്ക് പോകും. ഇല്ലേ? എന്തൊരു കഷ്ടം. പണ്ടായിരുന്നെങ്കിലേ 10-12 ഒക്കെ ഉണ്ടായിരുന്നു.